നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു രണ്ടാമത്തെ തലച്ചോറ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യത്തെ നിശ്ശബ്ദമായി ഭരിക്കുന്ന ആ ഒരു ശക്തിയെക്കുറിച്ചാണ്, നമ്മുടെ കുടലിനെക്കുറിച്ച്. പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമാണ്, കുടൽ നന്നായാൽ ഉടലും ഉയിരും നന്നായി എന്ന്. വെറുമൊരു ചൊല്ലല്ലത്, ഇതിൽ വലിയൊരു കാര്യമുണ്ട്. പണ്ട് നമ്മുടെ പൂർവികർക്ക് അനുഭവിച്ചറിയാമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം ശരിവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും താക്കോലിരിക്കുന്നത് നമ്മുടെ കുടലിലാണെന്ന് പറയാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ രണ്ടാമത്തെ തലച്ചോറ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ എന്ന്. അല്ലേയല്ല, സത്യത്തിൽ നമ്മുടെ ദഹനവ്യവസ്ഥയിൽ കോടിക്കണക്കിന് നാഡീകോശങ്ങളുണ്ട്, ഒരു നെറ്റ്വർക്ക് പോലെ. ഇത് നമ്മുടെ മൂഡിനെയും പ്രതിരോധശേഷിയെയും എന്തിനധികം പറയുന്നു, നമ്മുടെ തീരുമാനങ്ങളെ വരെ സ്വാധീനിക്കുന്നുണ്ട്. ഈയൊരു അത്ഭുതകരമായ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ കുടൽ എന്ന ആവാസവ്യവസ്ഥയെപ്പറ്റി മനസ്സിലാക്കാം. അതായത് നമുക്കുള്ളിലെ ഈ ഒരു സങ്കീർണ ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ കുടൽ എന്ന് പറയുന്നത് വെറുതെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരിടം മാത്രമല്ല, അതൊരു വലിയ ആവാസവ്യവസ്ഥയാണ്. കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ ഒരു ലോകം. ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ, അങ്ങനെ ഒരു വലിയ സമൂഹം തന്നെ അവിടെയുണ്ട്. ഇവരൊന്നും വെറും അതിഥികളല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാണ്. ട്രില്യണുകൾ, ആ ഒരു സംഖ്യയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളേക്കാൾ എത്രയോ ഇരട്ടി സൂക്ഷ്മാണുക്കളാണ് നമ്മുടെ കുടലിൽ മാത്രമായി ജീവിക്കുന്നത്. അതായത് നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ചലിക്കുന്ന ആവാസവ്യവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കുഞ്ഞൻ ജീവികൾക്ക് ചില കിടിലൻ കഴിവുകളുണ്ട്. അവരാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്, അപകടകാരികളായ രോഗാണുക്കളെ തുരത്തുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നത്. എല്ലാത്തിനും പുറമേ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഹോർമോണില്ലേ, സെറോട്ടോണിൻ, അതിന്റെ 90% ഉണ്ടാക്കുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോ ഏതൊരു ആവാസവ്യവസ്ഥയും പോലെ ഇതിന്റെയും ഒരു ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ടല്ലേ? ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരവസ്ഥയാണ് ശാസ്ത്രീയമായി ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു പൂന്തോട്ടം പോലെയാണ്. നല്ല ചെടികൾ കുറയുകയും എല്ലായിടത്തും കളകൾ വളർന്നു തുടങ്ങുകയും ചെയ്യുന്നൊരവസ്ഥ. ഈ കളകൾ പതിയെ പതിയെ നമ്മുടെ ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കാൻ തുടങ്ങും. ഇതിന്റെ ഏറ്റവും പെട്ടെന്ന് കാണുന്ന ലക്ഷണങ്ങൾ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് സ്ഥിരമായിട്ടുള്ള ഗ്യാസ്, വയറുവേദന, ഇപ്പോഴും ഒരു അസ്വസ്ഥത. ഇവയൊക്കെ നമ്മുടെ ഉള്ളിലെ ആ പൂന്തോട്ടത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നതിന്റെ ആദ്യത്തെ സൂചനകളാകാം. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ക്ഷീണം, വിട്ടുമാറാത്ത തലവേദന, മുഖത്തും ശരീരത്തുമൊക്കെ വരുന്ന ചർമ്മപ്രശ്നങ്ങൾ, ഇവയെല്ലാം ചിലപ്പോൾ കുടലിലെ പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമായിരിക്കാം. കാരണം കുടലിൽ തുടങ്ങുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ശരീരം മുഴുവൻ പടരാൻ അധികം സമയം വേണ്ട. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ ഒരു സൂപ്പർ ഹൈവേ കണക്ഷനുണ്ട്. അതുകൊണ്ട് കുടലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നേരിട്ട് തന്നെ ബാധിക്കും. ഉത്കണ്ഠ, വിഷാദം പോലുള്ള അവസ്ഥകൾക്ക് പലപ്പോഴും കുടലിന്റെ ആരോഗ്യവുമായി ഒരു ബന്ധമുണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഒരു നല്ല വാർത്തയുണ്ട്. ഈ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള കുറച്ചു വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സംഗതി വളരെ ലളിതമാണ്. നമ്മുടെ ഉള്ളിലെ നല്ല ബാക്ടീരിയകൾക്കിഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക. ചീത്ത ബാക്ടീരിയകളെ വളർത്തുന്ന ഭക്ഷണം ഒഴിവാക്കുക. തൈര് പോലുള്ള പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയകളെ കൂട്ടാൻ സഹായിക്കും. പഴങ്ങളും പച്ചക്കറികളും പോലുള്ള പ്രീബയോട്ടിക്കുകൾ ഈ നല്ല ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണമാണ്. അതേസമയം പഞ്ചസാരയും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ നമ്മൾ ചീത്ത ബാക്ടീരിയകൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോ ഈ 6 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ബാക്ടീരിയകളെ വളർത്തുക, ചീത്ത ഭക്ഷണം ഒഴിവാക്കുക, റെഗുലറായി വ്യായാമം ചെയ്യുക, പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്നൊരു കാര്യമാണ് ഈ അവസാനത്തെ പോയിന്റ്. ഓർക്കുക, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ തലച്ചോറ് സമ്മർദ്ദത്തിലാവുമ്പോൾ അതിന്റെ സിഗ്നലുകൾ നേരെ പോകുന്നത് നമ്മുടെ കുടലിലേക്കാണ്. ഇത് ദഹനത്തെയും നല്ല ബാക്ടീരിയകളെയുമെല്ലാം മോശമായി ബാധിക്കും. യോഗ, ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ അത് നമ്മുടെ കുടലിനെയും കൂടിയാണ് ശാന്തമാക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെയാണ്.
നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എപ്പോഴും ഓർക്കുക, നമ്മുടെ കുടലിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നല്ല ഊർജ്ജമുള്ളൊരു ശരീരവും നല്ല തെളിച്ചമുള്ളൊരു മനസ്സും ആരോഗ്യകരമായ ഒരു കുടലിന്റെ സമ്മാനമാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പുതിയ അറിവുകൾ വെച്ച് ഇന്ന് നിങ്ങളുടെ ആ രണ്ടാമത്തെ തലച്ചോറിന് നിങ്ങൾ എന്ത് നല്ല ഭക്ഷണമാണ് കൊടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ അടുത്ത നേരം ഭക്ഷണം ഒരു പുതിയ തുടക്കമായിരിക്കട്ടെ. ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ഒരുപാട് നന്ദി.